ബലാത്സംഗ കേസിൽ 9ാം ദിവസവും ഒളിവിൽ തുടരുന്ന പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതി. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുലിന്റെ നീക്കം. ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കും. അതേസമയം രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ AIG പൂങ്കുഴലി അന്വേഷിക്കും. ബംഗളൂരുള്ള പരാതിക്കാരിയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്താനാണ് നീക്കം. കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനും ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ആദ്യം ആജ്ഞയിലേക്ക്. ആജ്ഞ, മുൻകൂർ ജാമ്യം, അത് രാഹുലിന്റെ നിയമ പോരാട്ടത്തിന്റെ മറ്റൊരു വഴിയാണ്. ഇന്നലെ സെഷൻസ് കോടതി തള്ളിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്തൊക്കെ പുതിയ, സ്വാഭാവികമായും സെഷൻസ് കോടതിയുടെ അവിടെ സമർപ്പിച്ച വാദങ്ങൾ മാത്രമാണല്ലോ, പുതിയ ചില കാര്യങ്ങൾ, കോടതി ഉത്തരവിനെ ഖണ്ഡിക്കുന്ന കാര്യങ്ങളൊക്കെ അത്തരത്തിൽ രേഖപ്പെടുത്തേണ്ടി വരും. വളരെ പെട്ടെന്നുള്ള ഈ ഹർജി അത് കൊച്ചിയിലെ മുതിർന്ന അഭിഭാഷകരാണ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? രഞ്ജിത്ത്, ഈ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അടിയന്തരമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന നിലപാടുണ്ടായത്. അത് പ്രത്യേകിച്ചും ഈ അഡ്വക്കേറ്റ് പി രാജീവ് വഴിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തായാലും അതിജീവിതയെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതുപോലെ നിർബന്ധിത ഗർഭഛിദ്രം നടത്തി, ഈ രണ്ട് കാര്യങ്ങൾ നിലനിൽക്കുന്നതാണ്. അത് പ്രഥമ ദൃഷ്ട്യാ തന്നെ കുറ്റകൃത്യമാണ് എന്ന് വിലയിരുത്തി തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതേ വാദം തന്നെയാണ്, അതായത് തിരുവനന്തപുരത്ത് കോടതിയിൽ ഉന്നയിച്ച മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച ഇതേ വാദം തന്നെയാണ് ഹൈക്കോടതിയിലും രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നത്. അത് മാത്രമല്ല, രാഹുലിന്റെ ജാമ്യ ഹർജി നാളത്തേക്ക് പരിഗണിക്കുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നാളത്തേക്ക് പരിഗണിക്കുന്ന ഒരു സാഹചര്യത്തിൽ കഴിഞ്ഞ 9 ദിവസമായി ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ നോട്ട് ടു അറസ്റ്റിനുള്ള നീക്കം കൂടി നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ചും കസ്റ്റഡിയിൽ രാഹുലിനെ ഇതുവരെ ലഭിച്ചിട്ടില്ല, അല്ലെങ്കിൽ പോലീസിന് കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനെതിരെ പോലീസ് ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കുമെന്ന് മുഖ്യമന്ത്രിയും ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ, അത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയുണ്ട് എന്ന് മുഖ്യമന്ത്രിക്ക് അറിയാമെന്ന് കോൺഗ്രസ് നേതാക്കൾ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി രാഹുലിനെ അറസ്റ്റ് ചെയ്യേണ്ടുന്ന അത്രയധികം വലിയ ഒരു സ്ട്രെസ്സിൽ തന്നെയാണ് പോലീസ് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ചും ഇങ്ങനെ വലിയ വിമർശനങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോയിരിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് നീക്കങ്ങൾ രാഹുൽ അറിയുന്നുണ്ട്. പോലീസിൽ നിന്നും രഹസ്യം ചോർത്ത് നൽകുന്നുവെന്നുള്ള വിമർശനങ്ങളുണ്ട്. ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ അടിയന്തരമായി രാഹുലിനെ കസ്റ്റഡിയെടുക്കുന്ന സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നാളത്തേക്ക് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നോട്ട് ടു അറസ്റ്റിനുള്ള സാധ്യത കൂടി ഈ ഹൈക്കോടതിയിൽ തേടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുമായി പരിഗണിക്കുന്ന ഒരു ദിവസം, അതായത് പരിഗണിക്കാൻ തിങ്കളാഴ്ചത്തേക്ക് മാറ്റുമെന്നൊരു അഭ്യൂഹം കേട്ടതോടുകൂടി കോടതി അങ്ങനെ മാറ്റിയേക്കും എന്നൊരു ചിന്തയോടുകൂടി തന്നെ ഇത്തരത്തിൽ നോട്ട് ടു അറസ്റ്റിനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഡ്വക്കേറ്റ് മൂവ് ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട്. അതേ സാഹചര്യം തന്നെ ഹൈക്കോടതിയിലും ആവർത്തിക്കുകയാണ്. നാളെ, അതായത് ഹൈക്കോടതിയുടെ പ്രവർത്തന ദിവസം തന്നെയാണ്. നാളെ നോർമൽ ഒരു സിറ്റിംഗിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയുന്നത്. പക്ഷേ അതുവരെയുള്ള സാഹചര്യത്തിൽ ഈ 9 ദിവസവും ഒളിവിൽ കഴിഞ്ഞിരുന്ന സാഹചര്യം വലിയ വിമർശനമായി മാറിയിരിക്കുന്ന പശ്ചാത്തലം. അതായത് നമ്മൾ നേരത്തെ ഇന്നലെയൊക്കെ വലിയ ചർച്ചയായതുപോലെ നോട്ട് ടു അറസ്റ്റ് എന്ന പ്രധാനപ്പെട്ട ഒരു ഹർജി അത് രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചിരുന്നു, ശാസ്തമംഗലം അജിത് കുമാർ. അവിടെ അത് നടന്നില്ല. വളരെ കൃത്യമായ നിരീക്ഷണങ്ങളോടുകൂടി തന്നെ സെഷൻസ് കോടതി ആ ഹർജി തള്ളുന്നു. അവിടെ പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനായി രാഹുലിനെ കാണുന്നു. രാഹുലിന് ജാമ്യം കൊടുക്കേണ്ട യാതൊരു നിയമ വഴികളുമില്ല എന്ന് വളരെ കൃത്യമായി തന്നെ കോടതി വിലയിരുത്തുന്നു. ഇതേ കണ്ടൻഷൻസ് ഹൈക്കോടതിയിൽ എത്തിയാൽ ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു പുനർവിചിന്തനം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ കൂടി കൃത്യമായി തന്നെ കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ സെഷൻസ് കോടതിയുടെ വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള വാദഗതികൾ അഭിഭാഷകൻ അവിടെ നിർത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നീടുള്ള വഴി സുപ്രീം കോടതിയാണ്. അതിലേക്ക് പോകുമോ എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണണം. ഡാൻ കുര്യൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ഡാന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടി പൂർണ്ണമായും തള്ളിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ ഇപ്പോഴും അയാൾക്ക് വളരെ കൃത്യമായ പിന്തുണ രഹസ്യ കേന്ദ്രങ്ങളിൽ ഒളിക്കാനും സഞ്ചാരം നടത്താനും നിയമവഴികൾ തേടാനുമുള്ള, നമുക്കറിയാം രാജീവ് എന്ന് പറയുന്ന അഭിഭാഷകൻ കോൺഗ്രസിൻ്റെ വളരെ പ്രമാദമായ പല കേസുകളിലും ഹാജരായിട്ടുള്ള അഭിഭാഷകനാണ് ഹൈക്കോടതിയിൽ. ഉമ്മൻചാണ്ടിയുടെ സോളാർ കേസിൽ പോലും അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട നിയമവശങ്ങൾ കോടതിയെ ധരിപ്പിച്ച ആൾ കൂടിയാണ്, നമുക്കറിയാം. അങ്ങനെ ഇപ്പോഴും രാഹുലിന് പാർട്ടിയുടെ പിന്തുണ കിട്ടുന്നുണ്ട് എന്ന ആക്ഷേപം അല്പം മുമ്പ് ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അത് ഉണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? രാഹുലിനെ പൂർണ്ണമായും പാർട്ടി തള്ളിക്കളഞ്ഞിട്ടില്ലേ?
കോൺഗ്രസ് ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു എന്നൊരു വാദം എത്ര കണ്ട് ഉന്നയിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം അത് വെറും ഒരു ആരോപണം മാത്രമായി തള്ളിക്കളയുകയാണ് കോൺഗ്രസ് നേതൃത്വം. കാരണം പാർട്ടിക്ക് ഈ ഒരു ആരോപണം ഉയർന്നതിന് പിന്നാലെ ആ ആരോപണ വിധേയനെതിരെ ചെയ്യാൻ കഴിയുന്ന പരമാവധി നടപടി തന്നെ കോൺഗ്രസ് നേതൃത്വം ദേശീയ നേതൃത്വത്തിന്റെ അറിവോടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ശേഷിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് നിയമപരമായി മുമ്പോട്ട് പോകേണ്ടത് സർക്കാരാണ്, അല്ലെങ്കിൽ പോലീസ് സംവിധാനമാണ്. രാഹുൽ ഇത്രയും ദിവസം ഒളിവിൽ കഴിയുന്നത് തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വരുന്ന അനാസ്ഥയാണെന്നൊരു വിമർശനമാണ് കോൺഗ്രസ് നേതൃത്വം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു നീക്കമാണ് മുഖ്യമന്ത്രി അടക്കം നടത്തിയിരിക്കുന്ന പ്രസ്താവനകളിലൂടെ. അതായത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുമ്പോഴും രഹസ്യമായി പാർട്ടിയിലെ ചില നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ചില ഇടപെടലുകൾ നടത്തുന്നു എന്ന വിമർശനം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഉന്നയിച്ചിരിക്കുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പല പാതകളിലൂടെ സഞ്ചരിച്ച് പല സ്ഥലങ്ങളിൽ ഒളിവിൽ കഴിയുന്നു എന്ന വാദം പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുകയാണ്. നിലവിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് കർണാടകയിലുള്ള ഒരു രഹസ്യ കേന്ദ്രത്തിൽ തുടർച്ചയായി രാഹുൽ അവിടെ തന്നെയാണ് ഈ ഒളിവിൽ കഴിയുന്നത്. കാരണം പുറത്തേക്കിറങ്ങിയാൽ ദേശീയ മാധ്യമങ്ങളടക്കം തുടർച്ചയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയിലെ ആരോപണ വിധേയൻ അദ്ദേഹത്തെ കണ്ടാൽ തിരിച്ചറിയപ്പെടും. അതുകൊണ്ട് തന്നെ അദ്ദേഹം പരസ്യമായി ഏതെങ്കിലും ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. അദ്ദേഹം ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ മറ്റാരുടെയോ കൈവശം ഇരുന്ന് പല സ്ഥലങ്ങളിൽ അത് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്ത് അന്വേഷണ സംഘത്തെ മിസ്ലീഡ് ചെയ്യാനുള്ള ഒരു നീക്കം നടത്തുന്നു എന്ന ഒരു വിലയിരുത്തലാണ് SIT ഉള്ളത്. കാരണം ഇന്നലെ സുള്ളിയിലാണ് അവസാനമായി ഈ ഫോൺ ഓൺ ആയിരിക്കുന്നത്. ഏതാണ്ട് 20 മിനിറ്റിലധികം സമയം ഈ ഫോൺ ഓൺ ആയിരുന്നു. പക്ഷെ അതിലേക്ക് ഫോൺ കോൾ ചെയ്യുമ്പോൾ അത് കട്ട് ചെയ്ത് വിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് തന്നെയാണ് ഈ ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൈവശം ഇല്ല എന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അന്വേഷണ സംഘം അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത് ഈ കാരണം കൊണ്ടാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് പരാതി ഉന്നയിച്ച യുവതിയുടെ ആരോപണങ്ങളിലെ പ്രത്യേക അന്വേഷണ സംഘം അതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി പോലീസ് ആസ്ഥാനത്തെ AIG G. പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിരിക്കുന്ന അടിയന്തരമായി ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഇവർ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് വിവരം. അതായത് എത്രയും പെട്ടെന്ന് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ ഈ കേസ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ ഈ രണ്ടാമത്തെ കേസിലെ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം ഉണ്ടാകും. കാരണം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ തമ്മിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ പ്രോസിക്യൂഷന് വാദമുഖങ്ങൾ ശക്തമായി ഉയർത്തണമെങ്കിൽ ഈ യുവതിയുടെ മൊഴിക്ക് നിയമസാധുത കൈവരണം. അതിനാദ്യം അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന് മൊഴി രേഖപ്പെടുത്തിയ ശേഷം തുടർന്ന് അവരെ കൊണ്ട് 164 സ്റ്റേറ്റ്മെന്റ് അഥവാ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യ മൊഴി കൂടി കൊടുക്കാൻ സന്നദ്ധയാണോ എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ആ നടപടിയിലേക്ക് കൂടി വൈകാതെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അപ്പോഴും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരവാകേണ്ടതുണ്ടല്ലോ. ഇന്ന് VD സതീശൻ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം പോലീസിനെതിരെ അദ്ദേഹം വിമർശനം ഉന്നയിക്കുകയാണ്. രാഹുലിനെ പാർട്ടി തള്ളിയതാണ്, അവിടെ കോൺഗ്രസ് സംരക്ഷിക്കുന്നുവെന്ന് പിണറായി വിജയൻ മറുവാദം ഉന്നയിക്കുമ്പോഴും പാലക്കാട് MLA എല്ലാവർക്കും അറിയാവുന്ന ഒരാൾ ഒരു പൂർണ്ണ സംരക്ഷണത്തിൽ ഇത്രയും ദിവസം 9 ദിവസത്തോളം കേരള പോലീസിൻ്റെ മിടുക്കും അവരുടെ ആജ്ഞാശക്തിയും അവരുടെ കഴിവുമൊക്കെ എല്ലാവരും പലതവണ എത്രയോ വലിയ ക്രിമിനൽസിനെ പിടിച്ച ഒരു പോലീസ് ഫോഴ്സ് കൂടിയാണ്.